മെഷീൻ ഉണ്ടെങ്കിൽ 5 മിനിറ്റ് മതി നമ്മുടെ നോർമൽ അണ്ടർ സ്കേർട്ടിനെ ഷേപ്പ് വിയർ അണ്ടർ സ്കേർട്ടായി കൺവേർട്ട് ചെയ്യാൻ. അതിനായി നമ്മൾ ആദ്യം അണ്ടർ സ്കേർട്ടിൻ്റെ ആ നാട റിമൂവ് ചെയ്തതിന് ശേഷം അണ്ടർ സ്കേർട്ടിൻ്റെ റോങ് സൈഡ് എടുക്കുക. റോങ് സൈഡ് എടുത്തിട്ട് ആ സ്റ്റിച്ച് വരുന്ന ആ ഓരോ പീസസ് വരുന്ന ഭാഗത്ത് ലെങ്ത്ത് വന്നിട്ട് 17 ഇഞ്ച്, ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ 18, 19 ഇഞ്ച് വരെയൊക്കെ എടുക്കാം. വീതി വന്നിട്ട് 1 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ആ 1 ഇഞ്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഡോട്ടൊക്കെ മാർക്ക് ചെയ്യുന്നത് പോലെ ഇതിലേക്ക് 1 ഇഞ്ചിൽ നിന്ന് നേരെ ചരിഞ്ഞ് ആ ഒരു 17 ഇഞ്ചിലേക്ക് വരുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ പാർട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു നാടേൻ്റെ ഭാഗത്ത്, അതായത് ഓപ്പൺ ഉള്ള ഭാഗം വരുമ്പോൾ ആ ഓപ്പൺ ചെറുതായിട്ടൊന്ന് നമ്മൾ കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ നാട ഇടുന്ന പോർഷൻ ഒന്നുകൂടെ മടക്കിയിട്ട് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ ഷേപ്പ് വിയർ അണ്ടർ സ്കേർട്ടിന് അത്രയും ലെങ്ത്ത് ആവശ്യമില്ല. അപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഷേപ്പ് വിയർ അണ്ടർ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.